നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്വിസ് കോമ്പറ്റീഷനുമായിട്ടാണ്. 20 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PSC എക്സാമുകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുമല്ലോ. കൗണ്ട് ഡൗൺ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ പൗസ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? ഓപ്ഷൻസ്: കബനി, ഭാരതപ്പുഴ, പെരിയാർ, പമ്പ. ശരിയുത്തരം പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. അടുത്ത ക്വസ്റ്റ്യൻ: അണക്കെട്ടിൽ കെട്ടുനിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജമാണുള്ളത്? ഓപ്ഷൻസ്: സ്ഥിതികോർജം, ഗതികോർജം, താപോർജം, യാന്ത്രികോർജം. ശരിയുത്തരം സ്ഥിതികോർജമാണ്. അണക്കെട്ടിൽ കെട്ടുനിർത്തിയിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജമാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത്? ഓപ്ഷൻസ്: മടിക്കൈ, ചെമ്നാട്, മംഗൽപാടി, മഞ്ചേശ്വരം. ശരിയുത്തരം മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലാണിത്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ, ശുചിത്വ മിഷൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, സാക്ഷരതാ മിഷൻ. കുടുംബശ്രീ. ഒന്നായി മുന്നേറാം എന്ന വാക്യം കുടുംബശ്രീയുടെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയുത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഏത്? ഓപ്ഷൻസ്: ചെങ്കോട്ട, ഹവാമഹൽ, ഇന്ത്യ ഗേറ്റ്, ജാലിയൻവാലാബാഗ് സ്മാരകം. ശരിയുത്തരം ഇന്ത്യ ഗേറ്റ് ആണ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏത്? ഓപ്ഷൻസ്: നെടുമ്പാശ്ശേരി, വെല്ലിംഗ്ടൺ, കോഴിക്കോട്, തിരുവനന്തപുരം. ശരിയുത്തരം വെല്ലിംഗ്ടൺ ആണ്. എറണാകുളത്തുള്ള വെല്ലിംഗ്ടൺ ഐലൻഡിലെ വിമാനത്താവളമാണ് കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻസ്: സരോജിനി നായിഡു, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ദാദാഭായി നവറോജി. ശരിയുത്തരം ദാദാഭായി നവറോജിയാണ്. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻസ്: കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം. ശരിയുത്തരം തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: കേരളം, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ. ശരിയുത്തരം അരുണാചൽ പ്രദേശാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. യു ആർ യുണീക്ക്.
എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻസ്: അമിത ഗോയൽ, APJ അബ്ദുൽ കലാം, പ്രദീപ് താക്കൂർ, അനുമിത ദാസ് ഗുപ്ത. ശരിയുത്തരം APJ അബ്ദുൽ കലാമാണ്. യു ആർ യുണീക്ക് എന്ന പുസ്തകം APJ അബ്ദുൽ കലാം രചിച്ചതാണ്. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം. ഓപ്ഷൻസ്: 1949, 1950, 1951, 1952. ശരിയുത്തരം 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1951. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ്: മെൻഡലേവിയം, കാലിഫോർണിയം, ക്യൂറിയം, ടൈറ്റാനിയം. ശരിയുത്തരം മെൻഡലേവിയം ആണ്. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേരാണ് മെൻഡലേവിയം. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചതാരാണ്? ഓപ്ഷൻസ്: NN കൃഷ്ണപിള്ള, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുമാരനാശാൻ, വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ശരിയുത്തരം വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വയലോപ്പിള്ളി ശ്രീധരമേനോനാണ്. എക്സൽ ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ഓപ്ഷൻസ്: മാത്തമാറ്റിക്കൽ പാക്കേജ്, ഫങ്ഷൻസ്, ബ്ലോക്ക്, ഗ്രാഫ്. ശരിയുത്തരം ഫങ്ഷൻസ് ആണ്. എക്സൽ ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള എളുപ്പമാർഗമാണ് ഫങ്ഷൻസ്. KSEBയുടെ ഏറ്റവും വലിയ പവർ പ്ലാന്റ്. ഓപ്ഷൻസ്: ബ്രഹ്മപുരം, ചീമേനി, കായംകുളം, നല്ലളം. ശരിയുത്തരം ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരത്തുള്ള പവർ പ്ലാന്റ് ആണ് KSEBയുടെ കേരളത്തിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റ്. ചൂട് ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്: തയാമിൻ, ഫോളിക് ആസിഡ്, ബയോട്ടിൻ, റൈബോഫ്ലാവിൻ. ശരിയുത്തരം ബയോട്ടിൻ ആണ്. തന്നിരിക്കുന്നതിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഓപ്ഷൻസ്: ലഫ്റ്റനന്റ് ഗോർഡൻ, ഹാർവേ ബാബർ, ആർതർ വെല്ലസ്ലി, കേണൽ ലീഗർ തോമസ്. ശരിയുത്തരം കേണൽ ലീഗർ തോമസ് ആണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ തോമസ്. അടുത്ത ക്വസ്റ്റ്യൻ: കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം. ഓപ്ഷൻസ്: തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, കോഴിക്കോട്. ശരിയുത്തരം തൃശ്ശൂരാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? ഓപ്ഷൻസ്: ചെമ്മണ്ണ്, പർവ്വതമണ്ണ്, ചെങ്കൽ മണ്ണ്, എക്കൽ മണ്ണ്. ശരിയുത്തരം എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്.